ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണ്ണി പള്ളി. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണി പള്ളി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന തീരദേശ ഗ്രാമത്തിലാണ്. മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കി ജീവിച്ചു പോരുന്ന കുറേ സാധാരണക്കാരായ മനുഷ്യരെ അവിടെ കാണാൻ സാധിക്കും. പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ നിരവധി അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളുമാണ് വേളാങ്കണ്ണിയിലും പരിസര പ്രദേശങ്ങളിലും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ഓരോ വിശ്വാസിയും പരിശുദ്ധ ദേവമാതാവിനോടുള്ള സ്നേഹത്തിൽ നിരവധി നേർച്ച കാഴ്ചകൾ അമ്മയ്ക്ക് സമർപ്പിച്ച് മാതാവിന് നന്ദി പറഞ്ഞാണ് ഓരോ തവണയും തിരിച്ചു വരുന്നത്. വേളാങ്കണ്ണിയിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും തുടക്കം എങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം. 16-17 നൂറ്റാണ്ടുകളിലാണ് കടലോര ഗ്രാമമായ വേളാങ്കണ്ണിയിൽ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ ആദ്യമായി സംഭവിക്കുന്നത്. വേളാങ്കണ്ണി ഗ്രാമത്തിൽ ഒരു ആട്ടിടയ ബാലനുണ്ടായിരുന്നു. തമിഴ് കൃഷ്ണനേസ്തി ശങ്കരനാരായണം എന്നായിരുന്നു അവൻ്റെ പേര്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവൻ എല്ലാ ദിവസവും പാൽ കൊടുക്കുവാനായി നാഗപട്ടണത്തുള്ള ഒരു ഹൈന്ദവ യജമാനൻ്റെ അടുത്തേക്ക് പോവുക പതിവായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ആ ബാലൻ പാലുമായി വേളാങ്കണ്ണിയിലെ അണ്ണാപ്പിള്ള തെരുവിലെ വെള്ളക്കുളത്തിൻ്റെ അരികിലൂടെ നാഗപട്ടണത്തിലേക്ക് പോകുമ്പോൾ അതീവ ക്ഷീണിതനായ അവൻ ക്ഷീണം മാറുന്നതിനു വേണ്ടി കുളത്തിൻ്റെ അരികിൽ നിന്നിരുന്ന ആൽമര ചുവട്ടിൽ കിടന്ന് ഉറങ്ങുവാൻ തുടങ്ങി. ഗാഠനിദ്രരായ ഇടയബാലൻ ഒരു മനോഹര ശബ്ദം കേട്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഉണർന്ന ഉടനെ ആ ബാലൻ കണ്ടത് തൻ്റെ മുൻപിൽ പ്രകാശവലയത്താൽ ശോഭ നിറഞ്ഞ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ കൈക്കുഞ്ഞുമായി നിൽക്കുന്നു. അവളുടെ കയ്യിലെ ദിവ്യശിശു സ്വർഗീയ പ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് പരിഭ്രാന്തനായ അവൻ ആ സ്ത്രീയെയും അവളുടെ കയ്യിലിരിക്കുന്ന ദിവ്യശിശുവിനെയും നോക്കി അത്ഭുതപ്പെട്ടു. ആ സ്ത്രീ ആ ബാലനോട് തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് കൊടുക്കുവാൻ കുറച്ച് പാൽ നൽകാമോ എന്ന് ചോദിച്ചു. ആ ഇടയബാലൻ ഉടനെ മറ്റൊന്നും ആലോചിക്കാതെ തൻ്റെ കയ്യിലെ പാൽപാത്രത്തിൽ നിന്നും പാലെടുത്ത് ആ സ്ത്രീക്ക് നൽകി. ഉടനെ തന്നെ ദിവ്യശോഭയാൽ നിറഞ്ഞ ആ സ്ത്രീ തൻ്റെ കയ്യിലിരുന്ന ശിശുവിന് പാൽ നൽകാൻ തുടങ്ങി. പാൽ നൽകിയ ശേഷം ആ സ്ത്രീ ആ ബാലനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും അപ്രത്യക്ഷയായി. ആട്ടിടയ ബാലൻ ഉടനെ ധൃതിയിൽ നാഗപട്ടണത്തെ യജമാനന്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു. തൻ്റെ കയ്യിലിരിക്കുന്ന പാൽപാത്രത്തിലെ പാലിൻ്റെ അളവ് കുറഞ്ഞതിനാൽ ആ ബാലൻ അതീവ വിഷമത്തിലായി. അവൻ കുറേ സമയത്തിന് ശേഷം നാഗപട്ടണത്തുള്ള തൻ്റെ യജമാനന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. പോരുന്ന വഴിയിൽ തനിക്കുണ്ടായ സംഭവങ്ങൾ ആ യജമാനനോട് ആ ബാലൻ പറയാൻ തുടങ്ങി. ആ ബാലൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അവൻ്റെ കയ്യിലിരിക്കുന്ന പാൽപാത്രം നിറഞ്ഞു തുളുമ്പി പാൽ താഴേക്ക് വീഴാൻ തുടങ്ങി. ഇത് കണ്ട് അത്ഭുതപ്പെട്ട യജമാനനും അവിടെ ഉണ്ടായിരുന്നവരും ആ നാട്ടുകാരും അതീവ ആശ്ചര്യത്തോടെ ഇത് എന്തോ വലിയൊരു അത്ഭുതമാണെന്ന് മനസ്സിലാക്കി. എന്താണെന്ന് സംഭവിച്ചത് എന്നറിയാൻ ആകാംക്ഷഭരിതരായി. ആ ഹൈന്ദവനായ യജമാനൻ ഉടനെ തന്നെ ആ ഇടയബാലനെയും കൂട്ടി വേളാങ്കണ്ണിയിലെ അണ്ണാപ്പിള്ള തെരുവിലെ കുളത്തിൻ്റെ കരയിലെ ആൽമര ചുവട്ടിലേക്ക് എത്തിച്ചേർന്നു. ആ ഹൈന്ദവനായ യജമാനനും ഇടയബാലനും ആ സ്ത്രീ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും താൻ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയമാണെന്ന് തന്നെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ആ സുന്ദരിയായ സ്ത്രീ അവിടെ നിന്നും അപ്രത്യക്ഷയായി. ഈ സംഭവം നാഗപട്ടണത്തും വേളാങ്കണ്ണിയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം പരന്നു. അവിടെയുണ്ടായിരുന്ന കത്തോലിക്ക വിശ്വാസികളും നാട്ടുകാരും അണ്ണാപ്പിള്ള തെരുവിലെ കുളത്തിൻ്റെ കരയിലെ ആൽമര ചുവട്ടിൽ എത്തിച്ചേരുകയും ഹൈന്ദവ രീതിയിലുള്ള ഒരു വണക്കം അവിടെ ആരംഭിക്കുകയും ചെയ്തു. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഗ്രാമീണരിൽ നിരവധി രോഗശാന്തിയും അത്ഭുതങ്ങളും നടക്കാൻ തുടങ്ങി. ഓലമേഞ്ഞ ഷെഡ് കെട്ടി മാതാവിനോട് വണക്കം നടത്തി പോന്നിരുന്ന കുളത്തിൻ്റെ കരയിലെ ചാപ്പൽ പിൽക്കാലത്ത്
1985 പുനർനിർമ്മിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. മാതാവിൻ്റെ ദർശനം നടന്ന കുളത്തിന് മാതാക്കുളം അല്ലെങ്കിൽ ഔർ ലേഡീസ് ടാങ്ക് എന്ന് പേര് നൽകപ്പെട്ടു.